ജനകീയ സ്വരത്തിൽ നടത്തിയ ഒരൊറ്റ ഹർത്താലിന്റെ പേരിൽ മാത്രം ഒരുപാട് പേരുടെ നെഞ്ചകം ചുട്ടുനീറുകയാണ്. ഒട്ടേറെ ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ ഹർത്താലിന്റെ പേരിൽ മാത്രം ഒരുപാട് പേരുടെ നെഞ്ചകം ചുട്ടുനീറിയതും പൊതുബോധം ആളിക്കത്തിയതും ആ ഹർത്താൽ തികച്ചും ജനകീയമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. 101% അതുതന്നെയാണ് കാരണം. ഉടമകളെ അടിമയാക്കി വെച്ച് ഉടയോർ ചമഞ്ഞവർക്ക് നെഞ്ചകം പൊള്ളിയതിൻ്റെ ഏക കാരണം ഉടമകൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്നിക്കുന്നു എന്ന ഭയം തന്നെയാണ്. ആ മുന്നേറ്റത്തെ അവർ വല്ലാതെ ഭയപ്പെടുന്നു. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവർ തങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കാതെ അവരെ അനുസരിക്കുന്ന പാവകളാക്കി അടിമപ്പെടുത്തി വെച്ചു. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്ത അനുയായികൾ നേതാക്കളുടെ വാക്കുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങി തമ്മിൽ വെട്ടിമരിച്ചു. കർമ്മവും കടമയും മറന്ന നേതാക്കളുടെ തനിസ്വരൂപം തിരിച്ചറിഞ്ഞ യുവത്വങ്ങൾ ഒരു മാറ്റം വേണമെന്ന ആഗ്രഹത്തോടെ ശബ്ദമുയർത്തി തുടങ്ങിയതോടെ അധികാരവൃന്ദങ്ങളുടെ പൊതുബോധവും ജനഹിതവും ഉണർന്നത് ഭയം കൊണ്ട് തന്നെയാണ്. തിരിച്ചറിവിലേക്കെത്തിയ പൊതുസമൂഹത്തെ കാലങ്ങളായി നടപ്പിൽ വരുത്തി വരുന്ന തീവ്രവാദി ഭീകരവാദി പട്ടം ചാർത്തി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കട്ടെ. ലഭിക്കേണ്ട സ്വാതന്ത്ര്യവും സമാധാനവും സുരക്ഷയും ലഭിക്കാതായപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുമെന്ന് തീരുമാനിച്ചത് ഈ മണ്ണിലെ യുവത്വങ്ങളാണ്. അവരെടുത്ത തീരുമാനം ഉറച്ചതായതുകൊണ്ട് തന്നെ അത് സംഭവിക്കുമെന്നതിൽ രണ്ട് തർക്കം നിങ്ങൾക്ക് വേണ്ട. വിമിഷ വിനോദ്, പബ്ലിക് കേരള.